നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് ഡോക്ടർ പൽപുവിനെ കുറിച്ചാണ്. നവോത്ഥാന നായകന്മാരിൽ വളരെ പ്രമുഖമായ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ പൽപു. പത്മനാഭൻ പൽപു എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പത്മനാഭൻ പൽപുവിനെ കുറിച്ച് വളരെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ ശ്രമം ആണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ കയ്യിൽ പേന, നോട്ട് ബുക്ക് എന്നിവ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊള്ളുന്നു. നമുക്ക് നമ്മുടെ ഈ ഒരു ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ് എടുക്കുന്ന എൻ്റെ പേര് ശ്രീറാം എന്നാണ്. അപ്പോൾ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഡോക്ടർ പൽപു അല്ലെ, ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ് ഡോക്ടർ ടി പൽപു എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. പൽപു, പത്മനാഭൻ പൽപു എന്ന പേരിലും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ആരാണ് ഡോക്ടർ പൽപു എന്ന് വെച്ചാൽ നമ്മൾ പറയും ഈഴവ സമുദായത്തിൽ നിന്ന് അല്ലെ, ലൈസൻസ് ഇൻ മെഡിക്കൽ സർവീസ്, അതായത് മെഡിക്കൽ സർവീസ് പാസ്സായ ആദ്യത്തെ ഈഴവൻ എന്ന പേരിലാണ് ഡോക്ടർ പൽപു അറിയപ്പെടുന്നത്. സമുദായത്തിന്റെ പേരിൽ, സമുദായ സ്നേഹി എന്ന പേരിലൊക്കെ അറിയപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ പൽപു. അപ്പോൾ ഈ ഡോക്ടർ പൽപുവിനെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവെന്ന് പേരിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഫാദർ ഓഫ് ഈഴവ കമ്മ്യൂണിറ്റി എന്ന് വിശേഷിപ്പിച്ചത് മറ്റാരുമായിരുന്നില്ല, ചരിത്ര പണ്ഡിതനായ റിട്ടി ലൂക്കോസ് ആണ് ഇദ്ദേഹത്തെ അപ്രകാരം വിശേഷിപ്പിച്ചത്. നിശബ്ദനായ വിപ്ലവകാരി എന്ന് മറ്റൊരു വിശേഷണവും ആർക്കുണ്ട്? നമ്മുടെ ടി പൽപുവിനുണ്ട്, ഡോക്ടർ പൽപുവിനുണ്ട് അല്ലെ. നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് മറ്റാരുമായിരുന്നില്ല, ഇന്ത്യയുടെ വാനമ്പാടി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സരോജിനി നായിഡുവാണ്. ഇതേപോലെ തന്നെ ധർമ്മമാർഗത്തിൽ സഞ്ചരിച്ച അല്ലെ, കർമ്മയോഗി എന്ന് പേരിട്ടുകൊണ്ട് ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചത് പ്രൊഫസർ എം കെ സാനുവാണ്. ധർമ്മമാർഗത്തിൽ സഞ്ചരിച്ച കർമ്മയോഗി എന്ന വിശേഷണം ഇദ്ദേഹത്തിന് തികച്ചും അർഹമായതാണ്. അങ്ങനെ ഒട്ടനവധി വിശേഷണങ്ങൾക്ക് ഉടമയായിട്ടുള്ള ഡോക്ടർ പൽപുവിനെ കുറിച്ചാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. മുൻപ് നമ്മൾ പഠിച്ച നവോത്ഥാന നായകന്മാരുടെ എല്ലാം ജന്മദിനം അവധിയായിരുന്നു. ആ അവധിയായതുകൊണ്ട് മാത്രമാണ്, ജന്മദിനങ്ങൾ അവധിയായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്, പഠിക്കുന്നതുമെല്ലാം. എന്നാൽ ഇദ്ദേഹത്തിന്റെ ജന്മദിനം അവധിയല്ല, ഇദ്ദേഹത്തിന്റെ ചരമദിനവും അവധിയല്ല. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇദ്ദേഹത്തിന്റെ ജന്മദിനവും ചരമദിനവും ഓർത്തിരിക്കുവാൻ സാധിക്കുന്നതാണ്. കാരണം മറ്റൊന്നുമല്ല, ഇദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത് 1863 നവംബർ മാസം 1 തീയതിയാണ് അല്ലെ. 1863 നവംബർ മാസം 1 തീയതിയല്ല, നവംബർ മാസം 2 തീയതിയാണ്. നവംബർ 2 നവംബർ 1 ശേഷം വരുന്നതാണ്. അപ്പൊ കേരള പിറവിയാണ് നവംബർ 1 നമുക്കറിയാം. അപ്പോൾ കേരള പിറവിക്ക് ശേഷമുള്ള ദിനമായ നവംബർ 2 നമുക്ക് ഓർത്തിരിക്കാം. പക്ഷെ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നതിനും 10-90 വർഷങ്ങൾക്ക് മുൻപാണ് ആര് ജനിച്ചത്? നമ്മുടെ ഡോക്ടർ പൽപു ജനിച്ചത്. ഇനി ഇദ്ദേഹത്തിന്റെ ചരമദിനം നമുക്ക് നോക്കിയാലോ. 1950 ജാനുവരി 25, ജനുവരി 26 നമുക്കറിയാം, അത് റിപ്പബ്ലിക് ദിനമാണ്. അപ്പൊ റിപ്പബ്ലിക് ദിനത്തിന്റെ തൊട്ട് തലേ ദിവസം മരണമടഞ്ഞ നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപു നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ഡോക്ടർ പൽപു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ജീവിതം മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ജീവിതവും തന്നെ സമുദായ നവീകരണത്തിന് വേണ്ടിയിട്ട്, സമുദായത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞുവെച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈഴവ കുടുംബത്തിലാണ് ജനിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ പേട്ട എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത് അല്ലെ. തിരുവനന്തപുരം ജില്ലയിലെ പേട്ടയിലെ നെടുങ്കോട്ട് ഭവനത്തിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം. അത് ഒരു ഈഴവ കുടുംബമായിരുന്നു. അന്നത്തെ കാലത്ത് ഈഴവ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തൊഴിൽ മാർഗം എന്ന് പറയുന്നത്, ഒന്നുകിൽ വിഷ വൈദ്യ ചികിത്സ, അതല്ലെന്നുണ്ടെങ്കിൽ കള്ള് ചെത്ത്, മറ്റൊന്നിലെ ആലപ്പുഴ അല്ലെങ്കിൽ ചേർത്തല പ്രദേശങ്ങളിലാണെന്നുണ്ടെങ്കിൽ കയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവസായങ്ങൾ. ഇതൊക്കെയായിരുന്നു അന്നത്തെ കാലത്ത് പ്രധാനപ്പെട്ട തൊഴിൽ മാർഗങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പൽപുവിന്റെ കുടുംബം എടുത്ത തൊഴിൽ എന്ന് പറയുന്നത് ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു. പ്രധാനമായിട്ടും വിഴ ചികിത്സ. മറ്റൊരു തൊഴിൽ കൂടിയുണ്ട്, നിലത്തെഴുത്ത് കളരി. അന്നത്തെ കാലത്ത് നടന്നതും ആരായിരുന്നു? ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. പൽപുവിന്റെ ബാല്യത്തിൽ തന്നെ പൽപുവിനെ അക്ഷരങ്ങളെല്ലാം പഠിക്കുവാനായിട്ട് പൽപുവിന്റെ മാതാപിതാക്കൾ അയച്ചു. അപ്പൊ പൽപുവിന്റെ മാതാപിതാക്കൾ ആര് എന്ന ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടി നമ്മൾ ഇവിടെ കണ്ടെത്തണം. പൽപുവിന്റെ അച്ഛന്റെ പേര് അതായിരുന്നു ഭഗവതി പത്മനാഭൻ എന്നായിരുന്നു. അമ്മയുണ്ട് അല്ലെ, അമ്മയുടെ പേര് മാതാ പെരുമാൾ. ഈ പേര് നമ്മൾ പലരും കേട്ടുക അല്ലെ. മാതാ പെരുമാളുണ്ട്. ഒരു സഹോദരനുണ്ട്, സഹോദരന്റെ പേരായിരുന്നു വേലായുധൻ. വേലായുധൻ. ഒരു മകനുണ്ട്, മകന്റെ പേര് നമുക്കറിയാം എന്താണ്? നടരാജഗുരു എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ട ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന
ശ്രീനാരായണ സന്ദേശങ്ങള് യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രചരിപ്പിച്ച വ്യക്തിയാണ് നടരാജഗുരു എന്ന് നമുക്കറിയാം. ഇനി വേലായുധൻ എന്ന് പറയുന്ന സഹോദരനെ കുറിച്ച് നോക്കിയാലോ, തിരുവിതാംകൂറിൽ BA ബിരുദം, അതായത് ബിരുദം കരസ്ഥമാക്കുന്ന ആദ്യത്തെ ഈഴവ യുവാവ് അല്ലെങ്കിൽ ആദ്യത്തെ അധസ്ഥിതനായ വ്യക്തി അതായിരുന്നു വേലായുധൻ എന്ന് പറയുന്നത്. ഇനി മാതാപ്പെരുമാളിൽ നോക്കിയാൽ നമുക്കറിയാം മാതാപ്പെരുമാള് ആരാണ്. ഈഴവ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു സംഘടന സ്ത്രീ സമാജം എന്ന പേരിൽ രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിന്റെ തലപ്പത്തിരുന്ന, അതിനെ നയിക്കുവാനായിട്ട് അതിന്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വനിതയായിരുന്നു പൽപ്പുവിന്റെ അമ്മയായ മാതാപ്പെരുമാൾ എന്ന് പറയുന്നത്. അപ്പൊ പൽപ്പുവിന്റെ അച്ഛനാണ് പത്മനാഭൻ, അതുകൊണ്ടാണ് അദ്ദേഹത്തെ പത്മനാഭൻ പൽപ്പു എന്ന് വിശേഷിപ്പിക്കുന്നത്. ബാല്യകാലത്തിൽ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പഠിക്കുന്ന സമയത്ത് പൽപ്പുവിന് വിശേഷിപ്പിച്ചിരുന്ന ഒരു പേരുണ്ട്. ആ പേരെന്തായിരുന്നു? ആ പേരായിരുന്നു കുട്ടിയപ്പി എന്ന് പറയുന്ന ഒരു പേരാണ് പൽപ്പുവിന് വിശേഷിപ്പിച്ചിരുന്നത്. അപ്പൊ കുട്ടിയപ്പി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന, ബാല്യകാല നാമധേയത്തിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് നമ്മുടെ ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത്. ഈ പൽപ്പുവിന് അക്ഷരങ്ങൾ അഭ്യസിക്കേണ്ട ഒരു പ്രായമായപ്പോൾ അദ്ദേഹത്തിന്റെ മാതാപിതാക്കള് അക്ഷരാഭ്യാസം കൊടുക്കുവാനായിട്ട് അദ്ദേഹത്തെ അയച്ചു. അന്നത്തെ കാലത്ത് തിരുവിതാംകൂറിലെ അറിയപ്പെടുന്ന നിലത്തെഴുത്ത് കളരി നടത്തിയിരുന്ന ഒരു ആശാനുണ്ട്, നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെയും അതേപോലെ തന്നെ ചട്ടമ്പി സ്വാമികളെയും നമ്മുടെ അയ്യൻകാളിയെയും എല്ലാം പഠിപ്പിച്ച അതേ ആശാൻ തന്നെ. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? ആ പേര് നമുക്കറിയാം, അതാണ് പേട്ടയിൽ രാമൻ പിള്ള ആശാൻ എന്ന് പറയും അല്ലെ. പേട്ടയിൽ രാമൻ പിള്ള ആശാൻ. പേട്ടയിൽ രാമൻ പിള്ള ആശാന്റെ ശിക്ഷണത്തിലാണ് ഡോക്ടർ പൽപ്പു അക്ഷരാഭ്യാസം എല്ലാം നടത്തിയത്. അത് നമ്മുടെ മലയാള, സംസ്കൃതം മുതലായ ഭാഷകളിലൊക്കെയുള്ള അഭ്യാസ പ്രകടനമായിരുന്നു പേട്ടയിൽ രാമൻ പിള്ള ആശാന്റെ കളരിയിൽ നടത്തിയതെന്ന് നമുക്കറിയാം. എന്നാൽ അത് മാത്രം പോരാ, പൽപ്പുവിന് എല്ലാവരെയും പോലെ തന്നെ ബാല്യകാലത്തിൽ ഒരു അഭിലാഷമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അഭിലാഷം എന്ന് പറയുന്നത് എനിക്കൊരു ഡോക്ടറായി മാറണം അല്ലെങ്കിൽ ഒരു ഡോക്ടറായി തീരണം എന്നുള്ളതായിരുന്നു പൽപ്പുവിന്റെ അഭിലാഷം എന്ന് പറയുന്നത്. ആ അഭിലാഷ ലബ്ധിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് പഠിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിന്റെ ബാല്യാക്ഷരങ്ങൾ അല്ലെങ്കിൽ ABCD എന്ന് നമ്മൾ പറയുന്ന ആദ്യം അക്ഷരങ്ങൾ മുതൽ തന്നെ പഠിച്ചു തുടങ്ങണം. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇംഗ്ലീഷ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇംഗ്ലീഷുകാരനെ തന്നെയാണ് സമീപിച്ചത്. അപ്പൊ ഡോക്ടർ പൽപ്പുവിന് പ്രാഥമിക വിദ്യാഭ്യാസം ഇംഗ്ലീഷിൽ നൽകിയ ഇംഗ്ലീഷുകാരനായ വ്യക്തി, അദ്ദേഹത്തിന്റെ പേരായിരുന്നു ഫെർണാണ്ടസ് എന്ന് പറയും. അങ്ങനെ ഫെർണാണ്ടസ് എന്ന പേരായ ഒരു വ്യക്തിയെ പൽപ്പു കണ്ടെത്തി. ആ ഫെർണാണ്ടസിൽ നിന്ന് അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യ സ്വായത്തമാക്കുകയാണ്. അങ്ങനെ ഇംഗ്ലീഷ് എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ മെട്രിക്കുലേഷൻ പാസ്സായി. അന്നത്തെ കാലത്ത് നമ്മൾ എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ളൊരു യോഗ്യത, ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനുള്ള അടിസ്ഥാന യോഗ്യത, നമ്മളിപ്പോൾ SSLC എന്നൊക്കെ പറയുന്ന പോലെ അന്നത്തെ പരീക്ഷയുടെ പേരാണ് മെട്രിക്കുലേഷൻ എന്നാണ് പറയുന്നത്. ആ മെട്രിക്കുലേഷൻ എല്ലാം പാസ്സായ പൽപ്പുവിന്റെ കുടുംബത്തിൽ ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന് ബിരുദം എടുക്കണം. ഏത് ബിരുദമാണ്? മെഡിക്കൽ സയൻസിലാണ് ബിരുദം എടുക്കേണ്ടത്. അപ്പൊ മെഡിക്കൽ സയൻസിൽ ബിരുദം എടുക്കണം. നമുക്കറിയാം മെഡിക്കൽ സയൻസിൽ ബിരുദമെടുത്ത ആദ്യത്തെ വനിത എന്ന രീതിയിൽ നമ്മൾ കാദംബിനി ഗാംഗുലിയെ പറ്റിയാണ് നമ്മൾ പറയാറുള്ളത്. കാദംബിനി ഗാംഗുലി, ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ഹു കംപ്ലീറ്റഡ് ഹെർ എഡ്യൂക്കേഷൻ ഇൻ മെഡിസിൻ. മെഡിസിനിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അല്ലെങ്കിൽ മെഡിസിനിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ആദ്യത്തെ വ്യക്തിയായിട്ട് നമ്മൾ വനിതയായിട്ട് പറയുന്നത് കാദംബിനി ഗാംഗുലിയെ ആണെങ്കിൽ, തിരുവിതാംകൂർ എന്നുള്ള നാട്ടുരാജ്യത്തിൽ നിന്നും ആദ്യമായിട്ട് ലൈസൻസ് ഇൻ മെഡിക്കൽ സർവീസ്, അതായത് വൈദ്യശാസ്ത്രത്തില് ബിരുദം നേടിയ വ്യക്തി എന്ന് പറയുന്നത് ഡോക്ടർ പൽപ്പു ആണ്. അദ്ദേഹം എവിടെ നിന്നും നേടിയെന്ന് ചോദിച്ചാല് അദ്ദേഹം പഠിച്ച് ബിരുദം നേടിയത് മദ്രാസിൽ നിന്നാണ്. അങ്ങനെ മദ്രാസിൽ നിന്ന് അദ്ദേഹം ബിരുദം നേടിയിട്ടെത്തിയത് തിരുവിതാംകൂറിലാണ്. മദ്രാസിൽ നിന്ന് ബിരുദം നേടി തിരുവിതാംകൂറിലെത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? തിരുവിതാംകൂർ ഭരിക്കുന്ന ഒരു ഭരണാധികാരിയുണ്ട് അല്ലെ, പൽപ്പുവുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധമുള്ള ആ ഭരണാധികാരിയുടെ പേരാണ് ശ്രീമൂലം തിരുനാൾ എന്ന് പറയുന്നത്. പൽപ്പുവിന്റെ സമകാലികനായിട്ടുണ്ടായിരുന്ന ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ എന്ന് പറയുന്നത്. അപ്പൊ ശ്രീമൂലം തിരുനാളിന്റെ രാജ്യത്തിൽ പൽപ്പു എത്തി. വൈദ്യവൃത്തി കഴിഞ്ഞെത്തുന്ന ആളാണ്. അപ്പോൾ തിരുവിതാംകൂറിലെ ആശുപത്രിയിൽ ചികിത്സ ചെയ്യുന്ന ഡോക്ടറായിട്ട് അദ്ദേഹത്തിന് ജോലി കിട്ടാൻ സാധ്യതകളെല്ലാം ഉണ്ട്. പക്ഷേ പൽപ്പുവിന് ജോലി കൊടുത്തില്ല. കാര്യം എന്താ? പൽപ്പു ഈഴവ സമുദായത്തിൽ നിന്നുള്ള ഒരാളാണ്. ഈഴവ സമുദായം ജാതിയിൽ താഴ്ന്ന സമുദായമാണ്. ആ സമുദായത്തിൽപ്പെട്ട ഒരാളുടെ അടുത്ത് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്ന ആളുകൾക്ക് ചെല്ലാൻ ബുദ്ധിമുട്ട്. കാരണം രോഗികളായിട്ടെത്തുന്ന ആൾക്കാർ ആരാണ്? അവർ എന്ന് പറയുന്നത് സവർണ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. സവർണ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ പനി നോക്കണമെങ്കിൽ നെറ്റിയിൽ കൈവച്ചും പൾസ് പിടിച്ചും ഒക്കെ നോക്കണം. ശരീരത്തിൽ സ്പർശിക്കണം. സ്പർശിക്കേണ്ടത് ഡോക്ടറാണ്. പക്ഷെ ഡോക്ടർ
ഈഴവ സമുദായത്തിൽ നിന്നുള്ള ഡോക്ടർ ആയതുകൊണ്ട് പൽപ്പുവിനെ ഇരുത്തുന്ന ആശുപത്രി ബഹിഷ്കരിക്കപ്പെടുമെന്ന് ഉറപ്പായ തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ പൽപ്പുവിനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ജാതിയുടെ പേരിൽ, ഈഴവനായതിന്റെ പേരിൽ, അധസ്ഥിതനായതിന്റെ പേരിൽ സർക്കാർ സർവീസിൽ നിന്നും ഒഴിവാക്കപ്പെട്ട നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ ആ നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപ്പു. അതുകൊണ്ട് പൽപ്പു തീരുമാനിച്ചു, എനിക്ക് ജോലിക്ക് അർഹതയുണ്ടെങ്കിൽ ആ അർഹത എനിക്ക് നൽകിയ ഗവൺമെന്റിനെ കൊണ്ട് തന്നെ ഞാൻ ജോലി മേടിക്കുമെന്ന് തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹം മദ്രാസിലേക്ക് ചെന്നു. മദ്രാസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സർവീസിലേക്ക് എടുക്കുകയാണ് ഉണ്ടായത്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മദ്രാസിലെ വാക്സിൻ ഫാക്ടറിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ജോലി. അവിടെ അദ്ദേഹം സൂപ്രണ്ടന്റ് ആയിട്ട് ജോലി ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ബറോഡയിലേക്ക് അയക്കപ്പെട്ട ഒരു മെഡിക്കൽ മിഷൻ വിങ് ഉണ്ട്. ആ മെഡിക്കൽ മിഷൻ വിങ്ങിന്റെ അഡ്വൈസർ ആയിട്ടും ഇദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. തുടർന്ന് ഇദ്ദേഹത്തെ മൈസൂരിലേക്ക് അയക്കുകയാണ്. മൈസൂരിൽ അദ്ദേഹം ജയിൽ സൂപ്രണ്ട് എന്ന നിലയിലും ജോലി ചെയ്തിട്ടുണ്ട്. മൈസൂരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൈസൂരിലുള്ള ഒരു സമുദായമുണ്ട്. ആ സമുദായത്തിന്റെ പേരാണ് വലിയാർ സമുദായം, അല്ലെ? വലിഗർ എന്ന് പറഞ്ഞ ഒരു സമുദായമുണ്ട്, വാലിഗർ. ഈ വാലിഗർ കമ്മ്യൂണിറ്റിയുടെ അന്നത്തെ അവസ്ഥ കണ്ടിട്ട് അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങളെല്ലാം നൽകിയ ഇദ്ദേഹമാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തെ വാലിഗർ സമുദായ നായകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വാലിഗർ സമുദായത്തിന്റെ പരിഷ്കരണത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം. കാരണം തിരുവിതാംകൂറിലെ ഈഴവ സമുദായം എപ്രകാരമാണോ അവഗണന, അതുപോലെ തന്നെ പരിഹാസം, അപഹാസം എന്നിവയെല്ലാം ഏറ്റുവാങ്ങുന്നത്, അതേപോലെയായിരുന്നു മൈസൂറിൽ ഈ വലികാർ സമുദായവും അവഗണനയും പരിഹാസവും എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വലികാർ സമുദായത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ വേണ്ടി പ്രവർത്തിച്ച ആളുകൾക്ക് ഡോക്ടർ പൽപ്പു എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തെ വലികാർ സമര നായകൻ എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അവിടെ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം ഒരു വാർത്ത കേൾക്കുന്നത്. വാർത്ത മറ്റൊന്നുമല്ല, തിരുവിതാംകൂറിലുള്ള ഉന്നതമായ ഉദ്യോഗങ്ങളെല്ലാം കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന തമിഴ് ബ്രാഹ്മണരുണ്ട്. ഈ തമിഴ് ബ്രാഹ്മണർക്കെതിരായിട്ട് ഇവിടെയുള്ള അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ സംഘടിക്കുന്നു. അവർ തൊഴിൽ എന്ന് പറയുന്നത് അവരുടെ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി അല്ലെങ്കിൽ ഒരു നിവേദനം കൊടുക്കാൻ പോകുന്നു എന്ന് കേട്ടറിഞ്ഞപ്പോൾ പൽപ്പുവിന് ആവേശമായി. കാരണം പൽപ്പുവിന് നിഷേധിക്കപ്പെട്ട ജോലി, പൽപ്പുവിന് അറിയാം എന്താണ് കാരണമെന്നറിയാം. ആ ജോലി എന്ന് പറയുന്നത് നിഷേധിക്കപ്പെട്ട തിരുവിതാംകൂറിലെ അഭ്യസ്ത വിദ്യരായ ജനത സംഘടിച്ചുകൊണ്ടൊരു നിവേദനം കൊടുക്കാൻ പോകുമ്പോൾ മാറി നിൽക്കുവാൻ പൽപ്പുവിന് സാധിച്ചില്ല. അദ്ദേഹം മൈസൂരിൽ നിന്നും പറന്നു വരികയാണ് ഇങ്ങോട്ടേക്ക്. എങ്ങോട്ടേക്ക് വന്നു? അദ്ദേഹം വന്ന് തിരുവിതാംകൂറിലേക്കാണ്. തിരുവിതാംകൂറിൽ വന്ന് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ, നമുക്കറിയാം, ആ പേരുകൾ അറിയാം അല്ലെ, GP പിള്ളയുണ്ട്, ബാരിസ്റ്റർ GP പിള്ള. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു പണ്ഡിതനായ വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് KP ശങ്കരമേനോൻ. അങ്ങനെ KP ശങ്കരമേനോന്റെയും ബാരിസ്റ്റർ GP പിള്ളയുടെയും കൂടെ ഡോക്ടർ പൽപ്പു കൂടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു നിവേദനം തയ്യാറാക്കാനായിട്ടാണ്. ആ നിവേദനത്തിന്റെ മൂലകാരണം അല്ലെങ്കിൽ മൂലാധാരം എന്ന് പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഈ ബാരിസ്റ്റർ GP പിള്ള ഒരു പത്രത്തിൽ തുടർച്ചയായിട്ട് എഴുതിയ ലേഖനങ്ങളാണ്. ആ ലേഖനങ്ങൾ എന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യത്തിൽ തിരുവിതാംകൂറിലെ അഭ്യസ്തവിദ്യരായ ജനതയ്ക്ക് തൊഴിൽ കൊടുക്കുന്നതിന് പകരം തമിഴ്നാട്ടിൽ നിന്നുള്ള ബ്രാഹ്മണർക്കാണ് തൊഴിൽ നൽകുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ട്രാവൻകൂർ ഫോർ ദ ട്രാവൻകൂറിയൻസ് എന്ന പേരില് GP പിള്ള ഒരു ആർട്ടിക്കിൾ എഴുതി. മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു പത്രത്തിൽ നിന്നാണ് GP പിള്ള ആർട്ടിക്കിൾ എഴുതിയിരുന്നത്. ഈ ആർട്ടിക്കിൾ ആര് വായിച്ചിട്ടുണ്ട്? ഡോക്ടർ പൽപ്പുവും വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആർട്ടിക്കിളിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഡോക്ടർ പൽപ്പു ഈ മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന പത്രത്തിൽ നിന്ന് ഒരു ലേഖന പരമ്പര എഴുതിയിട്ടുണ്ട്. ഇത് തിരുവിതാംകൂറുകാർക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ തിരുവിതാംകൂറിലുള്ള ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും അതിന് പരിഹാരം എങ്ങനെയാണ് കാണേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ പൽപ്പു എഴുതിയ ആർട്ടിക്കിൾസ് ആണ് ദ ട്രീറ്റ്മെന്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്ന പേരിൽ അറിയപ്പെട്ടത്. അതായത് തിരുവിതാംകൂറിലെ ആ തീയന്മാർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ കുറിച്ച് തിരുവിതാംകോട്ടൈ തീയൻ എന്ന പേരിൽ ലേഖന പരമ്പര എഴുതിയത് ഡോക്ടർ പൽപ്പുവാണ്. അങ്ങനെ ലേഖന പരമ്പരകളൊക്കെ എഴുതിയ ഡോക്ടർ പൽപ്പുവും GP പിള്ളയും എല്ലാം സുഹൃത്തുക്കളായിരുന്നു. ഇവർ രണ്ടുപേരും വിദേശത്തേക്ക് പോയി പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഡോക്ടർ പൽപ്പു വിദേശത്ത് പോയി പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ഫ്രാൻസിൽ പോയി പഠിച്ചിട്ടുള്ളയാളാണ്, ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചിട്ടുള്ളയാളാണ്. ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പോയി പഠനം നടത്തിയ ആദ്യത്തെ ഈഴവൻ എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. അല്ലെ, കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പോയി പഠനം നടത്തിയ ആദ്യത്തെ ഈഴവൻ എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ പൽപ്പുവാണ്. അവിടെ വെച്ച് അദ്ദേഹത്തിന് ഒരു സുഹൃത്തിനെ കിട്ടി. ആ സുഹൃത്ത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ GP പിള്ള തന്നെയാണ്. അപ്പൊ ഇവരുടെ സൗഹൃദം അത്രയേറെ പടർന്ന് പന്തലിച്ചു. വിദേശ രാജ്യത്ത് വെച്ചും ഇവർ തമ്മിൽ സൗഹൃദം ഉണ്ടായിരുന്നു, തിരുവിതാംകൂറിൽ വെച്ചും സൗഹൃദം ഉണ്ടായിരുന്നു. ഇവരുടെ സുഹൃത്തായിട്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇവർക്ക് ഒരു വ്യക്തിയെ കിട്ടുകയാണ്. ആ വ്യക്തിയുടെ പേരായിരുന്നു ഹെർബർട്ട് റോബർട്ട്സ് എന്ന് പറയും. ഹെർബർട്ട് റോബർട്ട്സ്.
ഈ ഹെർബർട്ട് റോബർട്ട്സനോട് ഇവർ ചില കാര്യങ്ങൾ അവതരിപ്പിച്ചു. തിരുവിതാംകൂറിലെ ജനത അനുഭവിക്കുന്ന വിഷയങ്ങൾ, മുഖ്യമായിട്ടും ഈഴവ സമുദായം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. കാരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകുന്ന അലോപ്പതിയിലുള്ള ബിരുദം, ലൈസൻസ് ഇൻ മെഡിക്കൽ സർവീസ് പാസ്സായി തിരുവിതാംകൂറിൽ ജോലിക്ക് ചെന്ന പൽപ്പുവിനുണ്ടായ അനീതി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഈഴവരുടെ പൊതുവായ സങ്കടമായിട്ട് അവതരിപ്പിക്കുവാനായിട്ട് പൽപ്പുവിനെയും GP പിള്ളയെയും എല്ലാം സഹായിച്ച വ്യക്തിയുടെ പേരാണ് ഹെർബർട്ട് റോബർട്ട്സ് എന്ന് പറയും. ഹെർബർട്ട് റോബർട്ട്സ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അങ്ങനെ ഹെർബർട്ട് റോബർട്ട്സിന്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് ഇവരുടെ ഈഴവരുടെ പ്രശ്നങ്ങളെല്ലാം ഉയർത്തുന്നുണ്ട്. പിന്നെയോ ഇത് നല്ല രീതിയിൽ ഒരു നിവേദനമായി തയ്യാറാക്കിയിട്ട് തിരുവിതാംകൂറിലെ രാജാവിന് കൊടുക്കാനായിട്ട് ഇവർ തീരുമാനിച്ചു. അങ്ങനെ തിരുവിതാംകൂറിലെ രാജാവിന് കൊടുക്കാനായിട്ട് തീരുമാനിച്ച നിവേദനത്തിനെയാണ് നമ്മൾ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. ആ മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീ മൂലം തിരുനാളിനാണ്. അപ്പൊ മലയാളി മെമ്മോറിയൽ രാജാവിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് രാജകീയമായ വടിവത്ത ഭാഷയിൽ എഴുതി തയ്യാറാക്കുവാനായിട്ട് അന്നത്തെ കാലത്ത് തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന ഒരു പ്രസിദ്ധ സാഹിത്യകാരനുണ്ട്. അദ്ദേഹം അറിയപ്പെട്ട പേര് കേരള സ്കോട്ട് എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തിയാണ്, അല്ലെ? കേരള സ്കോട്ട് എന്ന പേരിൽ അറിയപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, അല്ലെ? ആരായിരുന്നു കേരള സ്കോട്ട് എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തി? അദ്ദേഹത്തിന്റെ പേരാണ് CV രാമൻ പിള്ള എന്ന് പറയും, അല്ലെ? CV രാമൻ പിള്ള. കേരള സ്കോട്ട് എന്ന പേരിൽ അറിയപ്പെട്ട ഇദ്ദേഹം എഴുതിയത് ചരിത്ര നോവലുകളാണ്. നമ്മൾ ചരിത്ര ആഖ്യായികകൾ എന്നാണ് ഈ ചരിത്ര നോവലുകളെ വിശേഷിപ്പിക്കുന്നത്, അല്ലെ? മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ. മാർത്താണ്ഡവർമ്മയും ധർമ്മരാജയും രാമരാജ ബഹദൂറും ഇദ്ദേഹത്തിന്റെ ചരിത്ര ആഖ്യായികകൾ ആയിരുന്നുവെങ്കിൽ ഇദ്ദേഹം എഴുതിയ ഒരു സാമൂഹിക നോവലുണ്ട്. ആ സാമൂഹിക നോവലിന്റെ പേരാണ് പ്രേമാമൃതം എന്ന് പറയും. അപ്പോൾ CV രാമൻ പിള്ള എഴുതിയ പ്രേമാമൃതം എന്ന് പറയുന്ന അതേത് തരത്തിലുള്ള നോവലാണെന്ന് ചോദിച്ചാൽ അതൊരു സാമൂഹ്യ നോവലാണ്. അങ്ങനെ ഇവർ ആ ഒരു നിവേദനം സമർപ്പിച്ചു. 1891 ജനുവരി മാസം 1-ാം തീയതിയാണ് ഈ മലയാളി മെമ്മോറിയൽ എന്ന് പേരിട്ട് കൊണ്ടുള്ള ഒരു നിവേദനം സമർപ്പിക്കപ്പെട്ടത്. അത് വിജയം കണ്ടു. തിരുവിതാംകൂറിലെ അഭ്യസ്തവിദ്യരായ മലയാളികൾക്കൊക്കെ തൊഴിൽ കിട്ടുന്നതിന് കാരണമായത് ഈ പറയുന്ന മലയാളി മെമ്മോറിയലാണ്. അതിൽ ഒന്നാമത്തെ പേരുകാരൻ KP ശങ്കരമേനോൻ, രണ്ടാമത്തെ പേരുകാരൻ ബാരിസ്റ്റർ GP പിള്ള, മൂന്നാമത്തെ പേരുകാരനായിരുന്നു ഡോക്ടർ പൽപു. അങ്ങനെ തിരുവിതാംകൂറിലുള്ള മലയാളികളുടെ അവസ്ഥ മെച്ചപ്പെട്ടു. പക്ഷെ മലയാളികളുടെ അവസ്ഥ മെച്ചപ്പെട്ടപ്പോൾ ആ മലയാളികളിൽ ഉണ്ടായിരുന്ന ഈഴവരുടെ അവസ്ഥ എന്ന് പറയുന്നത് മെച്ചപ്പെട്ടില്ല. അത് പരിഹരിക്കണമെന്ന് ഡോക്ടർ പൽപുവിന് തോന്നുകയാണ്. അങ്ങനെ പൽപുവിന് തോന്നി, പൽപു തീരുമാനിച്ചു മലയാള മെമ്മോറിയലിൽ 10,028 പേർ, അല്ലെ? മലയാള മെമ്മോറിയൽ ഒപ്പിട്ട ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 10,028 പേരാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആളുകളെ കണ്ടെത്തിയിട്ടൊരു നിവേദനം കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ 13,176 ആൾക്കാർ ഒപ്പിട്ട ഒരു നിവേദനം ഡോക്ടർ പൽപു തയ്യാറാക്കി. ആ നിവേദനത്തിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ അഭ്യസ്തവിദ്യരായ ഈഴവ യുവാക്കൾക്ക് സർക്കാർ സർവീസിൽ പ്രവേശനം അനുവദിക്കണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. അങ്ങനെ ഈ പറയുന്ന ഒരു ഈഴവ മെമ്മോറിയൽ കൊടുക്കാനായിട്ട് പൽപു തീരുമാനിച്ചു. അത് 1896 സെപ്റ്റംബർ മാസം 3-ാം തീയതിയായിരുന്നു. പിന്നെ സെപ്റ്റംബർ മാസം 3-ാം തീയതി പൽപുവിന്റെ നേതൃത്വത്തിൽ 13,176 അംഗങ്ങൾ ഒപ്പിട്ട ഒരു നിവേദനം കൊടുത്തു. ഇതിനെയാണ് ഈഴവ മെമ്മോറിയൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈഴവ മെമ്മോറിയൽ കൈപ്പറ്റിയത് തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായിരുന്ന ആരായിരുന്നു? ശ്രീമൂലം തിരുനാൾ മഹാരാജാവായിരുന്നു. പക്ഷെ അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല. പ്രയോജനം ഉണ്ടാകാതെ വന്നപ്പോൾ പൽപുവിന് വളരെയധികം ബുദ്ധിമുട്ട് തോന്നി. പൽപു എന്ത് ചെയ്തു? പൽപു ശ്രീനാരായണ ഗുരുവുമായിട്ട് ഒന്ന് ആലോചിച്ചു. അപ്പൊ പൽപു ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നത് നമുക്കറിയാം 1895 ഇവർ തമ്മിൽ നേരിട്ട് കണ്ടുമുട്ടുന്നത്. എന്നാൽ അതിനു മുൻപ് തന്നെ ഇവർ തമ്മിൽ കത്തിടപാടുകളെല്ലാം ഉണ്ട്. എന്നാൽ ശ്രീനാരായണ ഗുരുവും പൽപുവും തമ്മിൽ കണ്ടുമുട്ടുന്നതിന് മുൻപ് 1882 പൽപു മറ്റൊരു മനുഷ്യനുമായിട്ട് കണ്ടുമുട്ടുന്നുണ്ട്. അത് മറ്റാരുമായിരുന്നില്ല, ആ മനുഷ്യനായിരുന്നു സ്വാമി വിവേകാനന്ദൻ എന്ന് പറയും, അല്ലെ? സ്വാമി വിവേകാനന്ദനുമായിട്ട് കണ്ടുമുട്ടുന്നുണ്ട്. സ്വാമി വിവേകാനന്ദനും പൽപുവും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്. ഈ കണ്ടുമുട്ടലിന്റെ പരിണിത ഫലമായിട്ടാണ് ഡോക്ടർ പൽപു സ്വാമി വിവേകാനന്ദനോട് കേരളത്തിലേക്കുള്ള യാത്രയെക്കുറിച്ച് പറയുന്നത്. അങ്ങനെയുള്ളൊരു വരവിലാണ് കേരളത്തിലെ ജാതി വ്യവസ്ഥ കണ്ടിട്ട് കേരളം എന്ന് പറയുന്നത് ഭ്രാന്താലയമാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത്. ഡോക്ടർ പൽപുവിന്റെ നിർദ്ദേശപ്രകാരമാണ് തിരുവനന്തപുരത്തെ മനോന്മണിയും സുന്ദരൻ പിള്ളയുടെ ആ ഹാർവിപുരം കൊട്ടാരത്തിൽ എത്തുകയും അദ്ദേഹം അവിടെ താമസിക്കുകയും ഒക്കെ ചെയ്തത്. വിവേകാനന്ദ പാറയിൽ പോയിരുന്ന് ധ്യാനം നടത്തുകയും ഒക്കെ ചെയ്തത് ഈ പറയുന്ന ഡോക്ടർ പൽപുവിന്റെ ആ ഒരു സംഭവമൊക്കെ ആയിട്ടാണ്, അല്ലെങ്കിൽ പൽപു പറഞ്ഞതൊക്കെ അനുസരിച്ചിട്ടാണ്. ഈ കാലയളവിലാണ് നാരായണ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം കുമാരനാശാൻ ഉന്നത പഠനത്തിനായിട്ട് അയക്കപ്പെടുന്നത്. കുമാരനാശാനെ ഉന്നത പഠനത്തിന് വിട്ടതാരാണ്?
ഡോക്ടർ പൽപ്പുവാണ്. അപ്പോൾ കുമാരനാശാനെ ഉന്നത പഠനത്തിന് പറഞ്ഞയച്ചത് മറ്റാരുമല്ല, ഡോക്ടർ പൽപ്പുവാണ് പറഞ്ഞയച്ചത്, അല്ലെ? കൽക്കട്ടയിലേക്കാണ് പറഞ്ഞു വിട്ടത്. അങ്ങനെ കൽക്കട്ടയിലൊക്കെ പോയി അദ്ദേഹം അവിടെ പോയി പഠിച്ച് തിരിച്ചു വന്നു. തിരിച്ച് ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിട്ട് വീണ്ടും തുടർന്നു. അങ്ങനെ ശ്രീനാരായണ ഗുരു പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കുമാരനാശാനെ നമ്മുടെ പൽപ്പ് വിളിച്ച പേരെന്തായിരുന്നു? ചിന്നസ്വാമി എന്നാ വിശേഷിപ്പിച്ചിരുന്നത്. ചിന്നസ്വാമി. ശ്രീനാരായണ ഗുരുവിനെ പൽപ്പ് വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? പെരിയസ്വാമി എന്നായിരുന്നു. അങ്ങനെ പെരിയസ്വാമിയും ചിന്നസ്വാമി എന്നുള്ള വിശേഷണത്തിൽ ഇവര് ഈ പറയുന്ന സമുദായത്തെ സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ധാരണയായി. ഒന്നാമത്തെ ഈഴവ മെമ്മോറിയൽ പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ പൽപ്പുവിന് തോന്നി അത് പൽപ്പുവിന്റെ വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത് ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. എന്നാൽ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നത് ശ്രീനാരായണ ഗുരുദേവനാണ്. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവനെ മുന്നിൽ നിർത്തിക്കൊണ്ടൊരു നിവേദനം കൊടുക്കാനായിട്ട് ഡോക്ടർ പൽപ്പു തീരുമാനിച്ചു. അതിന്റെ പരിണത ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു സംഘടന അദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? ആരാണ്? ശ്രീനാരായണ ഗുരു സംഘടിപ്പിച്ച 1887 അരുവിപ്പുറം ക്ഷേത്ര യോഗം എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഉണ്ടല്ലോ. 1887 ഈ അരുവിപ്പുറം ക്ഷേത്ര യോഗത്തെ 1898 പൽപ്പു ഒന്ന് പേര് മാറ്റി. ഗുരുദേവന്റെ അനുഗ്രഹത്തോടു കൂടി പേര് മാറ്റി എന്ത് ചെയ്തു? വാവൂട്ടി യോഗം എന്നാക്കി. ഈ വാവൂട്ടി യോഗം എന്ന് പറഞ്ഞ സംഘടന ഉണ്ടല്ലോ, ഇതിനെ ശ്രീനാരായണ ഗുരുവിന്റെ അനുവാദത്തോടു കൂടി ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ വീണ്ടും ഒന്ന് പുനഃസംഘടിപ്പിച്ചു 1903 എന്നിട്ട് അതിന് പേര് കൊടുത്തെന്താണ്? SNDP, അല്ലെ? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന പേരും കൊടുത്തു. അങ്ങനെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നൊരു സംഘടന ഉണ്ടാക്കിയിട്ട് ശ്രീനാരായണ ഗുരുവിനെ ഇതിന്റെ ആജീവനാന്ത പ്രസിഡന്റ് ആയിട്ട് വെച്ചു. കുമാരനാശാൻ ഇതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വെച്ചു. ഡോക്ടർ പൽപ്പു ഇതിന്റെ വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള സ്ഥാനവും ഏറ്റെടുത്തു. അങ്ങനെ ഒരു വലിയ കൂട്ടായ്മയൊക്കെ രൂപീകരിക്കപ്പെടുകയാണ്. ഈ കൂട്ടായ്മയെല്ലാം രൂപീകരിക്കുന്നതിന്റെ ഇടയിൽ 1900 ഇദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചെയ്തു. ആ കാര്യം എന്ന് വെച്ചാൽ എന്തായിരുന്നു? സെക്കൻഡ് ഈഴവ മെമ്മോറിയലാണ് കൊടുത്തത്. ഇത് കൊടുത്തത് ഒരു ഭരണാധികാരിക്കാണ്. ആ ഭരണാധികാരിയുടെ പേര് കഴ്സൺ എന്നായിരുന്നു, അല്ലെ? ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭുവിനാണ് നമ്മുടെ ഡോക്ടർ പൽപ്പു രണ്ടാമത്തെ ഈഴവ മെമ്മോറിയൽ കൊടുത്തത്. തിരുവിതാംകൂർ സന്ദർശിക്കുവാനായിട്ട് വന്ന ആദ്യത്തെ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു എന്ന് പറയുന്നത്. മറ്റുള്ള വൈസ്രോയിമാരും തന്നെ തിരുവിതാംകൂർ സന്ദർശിക്കാൻ വന്നിട്ടില്ല. കഴ്സന് മുൻപ് ഒരുപാട് വൈസ്രോയിമാരും കഴ്സന് ശേഷവും ഒരുപാട് വൈസ്രോയിമാർ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പേര് ഇദ്ദേഹത്തിന് കിട്ടാൻ കാര്യം ഇദ്ദേഹം തിരുവിതാംകൂറിൽ വന്നിട്ട് ഇവിടെ നമ്മുടെ ഒരു ജില്ല, ആലപ്പുഴ ജില്ല ഇദ്ദേഹം വിശേഷിപ്പിച്ച പേര് കിഴക്കിന്റെ വെനീസ് എന്നാണ് വിശേഷിപ്പിച്ചത്. കാരണം ഇറ്റലിയിലെ നഗരമായ വെനീസിൽ വ്യാപാര വാണിജ്യത്തിന് പേര് കേട്ടതുപോലെ കനാൽ ഗതാഗതം, കനാൽ ട്രാൻസ്പോർട്ടേഷൻ, കനാൽ വാണിജ്യം ഇതാണ് അവിടെ പ്രധാനം. അതേ മാതൃകയിൽ ഇവിടെ ഇങ്ങനെ ഒരു നഗരം കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് അത് വെനീസായിട്ട് തോന്നുകയും കിഴക്കിന്റെ വെനീസും ആലപ്പുഴയെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത്. ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസാക്കി പരിണമിപ്പിച്ചതിന് പിന്നിൽ മറ്റൊരു വ്യക്തിയുണ്ട്. ആലപ്പുഴയുടെ വലിയ ദിവാൻജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജാ കേശവദാസൻ. ആലപ്പുഴ പട്ടണത്തിന്റെയും ആലപ്പുഴ തുറമുഖത്തിന്റെയും ശില്പി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജാ കേശവദാസന്റെ ആ നഗരമാണ് ആലപ്പുഴ. ആ ആലപ്പുഴയാണ് കിഴക്കിന്റെ വെനീസ് എന്ന് കഴ്സൺ വിശേഷിപ്പിച്ചത്. അങ്ങനെ 1900 രണ്ടാമത്തെ ഈഴവ മെമ്മോറിയലും കൊടുത്തു. ഈഴവ സംഘടനയും എല്ലാം രൂപീകരിച്ചു. ഒരു മുഖപത്രം വേണം, SNDP യോഗത്തിന്റെ ഒരു മുഖപത്രം വേണം എന്നുള്ള ആവശ്യം പൽപ്പൂനുണ്ടായി. അങ്ങനെ ഒരു മുഖപത്രം അദ്ദേഹം തയ്യാറാക്കിയാണ്. ആ മുഖപത്രത്തിന്റെ പേരായിരുന്നു 1904 അല്ലെ 1904 രൂപീകരിക്കപ്പെട്ട ആ പത്രത്തിന്റെ പേരെന്തായിരുന്നു? അതിന്റെ പേരായിരുന്നു വിവേകോദയം എന്ന് പറയും, അല്ലെ? വിവേകോദയം എന്ന് പറഞ്ഞൊരു പത്രം 1904 രൂപീകരിക്കപ്പെട്ടു. വിവേകോദയം. ആ വിവേകോദയം SNDP യോഗത്തിന്റെ മുഖപത്രമായിരുന്നു. ഇപ്പോഴത്തേത് യോഗനാഥം എന്ന് പറയുന്നത്. ഇപ്പോഴുള്ളത് യോഗനാഥമാണ്. എന്നാൽ ഈ വിവേകോദയം ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ അതിന്റെ എഡിറ്റർ തസ്തിക വഹിച്ചിരുന്ന മറ്റാരുമായിരുന്നില്ല, കുമാരനാശാനായിരുന്നു എഡിറ്റർ ആയിട്ടുണ്ടായിരുന്ന ആള്. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ കുമാരനാശാന് കാവ്യസപര്യം നടത്തുന്നതിലാണ് താല്പര്യം. അതുകൊണ്ട് ആശാനെ സ്വതന്ത്രമാക്കി വിടണമെന്ന ചിന്ത പലപ്പോഴും ഉണ്ടായതിനെ തുടർന്ന് കുമാരനാശാന് ശേഷം മറ്റൊരു പത്രാധിപരെ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു M. ഗോവിന്ദൻ എന്ന് പറയും. അങ്ങനെ M. ഗോവിന്ദൻ ഈ പറയുന്ന നമ്മുടെ വിവേകോദയത്തിന്റെ എഡിറ്ററായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ നല്ല രീതിയിൽ ഈഴവ സമുദായത്തെ ഉദ്ധരിക്കുന്നതിനിടയിൽ പൽപ്പൂന് തോന്നി എന്താണ്? സ്ത്രീകൾ സംഘടിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ സ്ത്രീകളെ സംഘടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം 1904 എന്ത് ചെയ്തു? ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. സ്ത്രീ ജനസമാജം അല്ലെങ്കിൽ സ്ത്രീ സമാജം എന്നായിരുന്നു അതിന്റെ പേരിൽ. സ്ത്രീ സമാജം.
ഈഴവ സ്ത്രീ സമാജം എന്ന പേരിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു സംഘടന ഉണ്ടാക്കി. ആ സംഘടനയുടെ തലപ്പത്തേക്ക് അദ്ദേഹത്തിന്റെ അമ്മയായ മാതാ പെരുമാളിനെയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ മാതാ പെരുമാളിന്റെ നേതൃത്വത്തിൽ സ്ത്രീ സമാജം എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഉണ്ടാക്കി. കൂടാതെ അദ്ദേഹം മലബാർ മേഖലയിൽ ഈഴവരുടെ സമാനമായ രീതിയിൽ ജീവിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ടവരാണ് തീയന്മാരെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, അദ്ദേഹം ആ മലബാറിലുള്ള ഈഴവ വിഭാഗത്തിന് വ്യാവസായികമായിട്ടും കാർഷികപരമായിട്ടും അഭിവൃദ്ധി നേടേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് അതിന് വേണ്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടായ്മ അവിടെ ഉണ്ടാക്കി. അതായിരുന്നു മലബാർ എക്കണോമിക് യൂണിയൻ എന്ന് പറയുന്നത്. അങ്ങനെ മലബാർ എക്കണോമിക് യൂണിയൻ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ അദ്ദേഹം അവിടെ ഉണ്ടാക്കി. പിന്നെയോ ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മകനായ നടരാജ ഗുരുവിനെ വിദേശങ്ങളിലേക്ക് അയച്ചു. മാത്രമല്ല നടരാജ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഒട്ടുമിക്കാലും കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. കാലാന്തരത്തിൽ അദ്ദേഹം ഇവിടെ തിരിച്ചെത്തി. എവിടെയാ തിരിച്ചെത്തിയത്? നമ്മുടെ കേരളത്തിൽ തിരിച്ചെത്തി. അപ്പോഴത്തേക്കും കേരളത്തിൽ ശിവഗിരി ആശ്രമമൊക്കെ വളർന്ന് പന്തലിച്ചിരിക്കുകയാണ്. മാത്രമല്ല ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് നീലഗിരി എന്ന പ്രദേശം കേന്ദ്രമാക്കിയിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം ശ്രീനാരായണ ഗുരുകുലം എന്ന പേരിൽ എന്ത് ചെയ്തു, ഒരു ആശ്രമവും വിദ്യാഭ്യാസ പാഠശാലകളും ഒക്കെ ഇദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. നടരാജ ഗുരു സ്ഥാപിക്കുകയുണ്ടായി. ഇതാണ് നമ്മൾ ഡോക്ടർ പൽപുവിനെ കുറിച്ച് നോക്കിക്കഴിയുമ്പോൾ. അപ്പൊ പൽപു ചെയ്ത ഈ പ്രവർത്തനങ്ങൾ കണ്ടപ്പോഴാണ് ചരിത്ര പണ്ഡിതനായിട്ടുള്ള റിട്ടി ലൂക്കോസ്, ചരിത്ര പണ്ഡിതനായ റിട്ടി ലൂക്കോസ് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ദ പൊളിറ്റിക്കൽ ഫാദർ ഓഫ് ഈഴവ കമ്മ്യൂണിറ്റി, ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചു. അല്ലെ? ഇതേപോലെ ഇന്ത്യ അല്ല, നമ്മുടെ തിരുവിതാംകൂറിലെ മറ്റുമൊക്കെ സന്ദർശിക്കാനായിട്ട് സരോജിനി നായിഡു വന്നപ്പോൾ ഡോക്ടർ പൽപുവിന്റെ പ്രവർത്തനങ്ങൾ സരോജിനി നായിഡുവിന് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് സരോജിനി നായിഡു ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ച പേരെന്താണ്? സരോജിനി നായിഡു വിശേഷിപ്പിച്ച പേരെന്തായിരുന്നു? നിശബ്ദനായ വിപ്ലവകാരി എന്ന വിശേഷിപ്പിച്ചു കേട്ടോ. സരോജിനി നായിഡു വിശേഷിപ്പിച്ചത് നിശബ്ദനായ വിപ്ലവകാരി എന്നാണ്. എന്നാൽ നമ്മുടെ പ്രൊഫസർ എം കെ സാനു ഉണ്ട്. അദ്ദേഹം ഡോക്ടർ പൽപുവിന്റെ ചെയ്തികളെയും പ്രവർത്തനങ്ങളെയും വിശദമായിട്ട് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്തു, അദ്ദേഹം ഒരു കൃതി എഴുതി. കൃതിയിൽ പറഞ്ഞ കാര്യം എന്തായിരുന്നു? ധർമ്മമാർഗത്തിൽ സഞ്ചരിച്ച കർമ്മയോഗിയാണ്. അപ്പൊ ധർമ്മമാർഗത്തിൽ സഞ്ചരിച്ച കർമ്മയോഗി എന്നുള്ള വിശേഷണം ഡോക്ടർ പൽപുവിന് അർഹതപ്പെട്ടതാണ്. അങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതാരാണ്? പ്രൊഫസർ എം കെ സാനു കൂടിയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡോക്ടർ പൽപു അഥവാ പത്മനാഭൻ പൽപു എന്ന് പറയുന്ന ഈഴവരുടെ രാഷ്ട്രീയ പിതാവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓൾ ദി ബെസ്റ്റ്.